TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴിക്കോട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി. പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷകൾ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി. ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവ് രക്ഷയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങൾ വൺസ് ഫോർ ഓൾ നമ്മൾ കർത്താവിൻ്റെ രക്ഷയുടെ യാത്രയിൽ ആരംഭിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്ന് നമ്മുടെ ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം. ഒട്ടും സമയം കളയുന്നില്ല. ഓവർ ടു ഹെവൻലി ഫീസ്റ്റ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, കോട്ടയം. Philippians chapter 2 and verse 12. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Therefore, my beloved, as you have always obeyed, not only as in my presence only, but now much more in my absence, work out your salvation with fear and trembling, for it is God who works in you both to will and to do for his good pleasure. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. Work out your salvation with fear and trembling. നിങ്ങളുടെ രക്ഷ അത് ഭയത്തോടും വിറയലോടും കൂടെ ഏറ്റെടുക്കുക. When we read that word, ആ വചനം നമ്മൾ വായിക്കുമ്പോൾ suddenly we feel inside of us that we have to tremble in fear. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, ഭയം കൊണ്ട് നമ്മൾ വിറയ്ക്കണമെന്ന്. Because salvation has now to be worked out. ഇപ്പോൾ രക്ഷ എന്ന് പറഞ്ഞത് എന്തോ ചെയ്തെടുക്കേണ്ട പ്രാപിക്കേണ്ട ഒരു കാര്യം. But how many of you know that we were saved by grace through faith? എന്നാൽ എത്ര പേർക്ക് അറിയാം കൃപയാൽ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്ന്?
that we were saved and are kept by grace. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. We are saved by grace, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു, having access to the good things by grace, ദൈവത്തിന്റെ സകല നന്മകൾക്കും നമുക്ക് പ്രവേശനം ലഭിച്ചതും കൃപയാൽ അത്രേ. having an overcoming life by grace, ഈ ലോകത്തൊരു ജയകരമായ ജീവിതം കൃപയാൽ ലഭിച്ചു, kept by grace, കൃപയാൽ സൂക്ഷിക്കപ്പെടുന്നു. and the rapture also is by grace. അതുപോലെ തന്നെ ഉൾപ്രാപണവും കൃപയാൽ അത്രേ സംഭവിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Grace means something which I did not have any merit, or it was not by my work. കൃപ എന്നാൽ എനിക്ക് യോഗ്യമായതൊന്നോ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി കൊണ്ട് ലഭിക്കുന്നതോ ഒന്നല്ല. It was not because of my goodness, it was because of the goodness of God. അത് എന്റെ നന്മകൾ കൊണ്ടല്ല, ദൈവത്തിന്റെ നന്മ കൊണ്ട് എനിക്ക് ലഭിക്കുന്നതാ. The Bible says, വേദപുസ്തകം പറയുന്നു, work out your salvation. നിന്റെ രക്ഷയെ നീ പ്രവർത്തിച്ചെടുക്കുവീൻ. The Bible does not say work for your salvation. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നില്ല. It is saying work out your salvation. നിങ്ങളുടെ രക്ഷ പ്രവർത്തിച്ചെടുക്കുവീൻ. If the word says work for your salvation, then means I have to work something out to get saved. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്തൊക്കെ അധ്വാനം ഞാൻ ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. But the word never says so. എന്നാൽ വചനം അങ്ങനെ പറയുന്നില്ല. Trembling and fear. ഭയത്തോടു കൂടെ വിറയ്ക്കുക. Oh, that is something which when we hear, we feel that something we have to do in great fear or we will be lost. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഞാൻ വളരെ ഭയത്തോടു കൂടി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നഷ്ടമായി പോകും. The whole salvation plan is by grace, is by faith. ഇതിന്റെ രക്ഷയുടെ മുഴുവൻ പദ്ധതിയും അത് കൃപയാൽ വിശ്വാസത്താൽ നേടേണ്ടതത്രേ. That is why in the book of Ephesians chapter 2 you will read like this. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. For verse 8, for by grace you have been saved through faith, and not of yourself, it is a gift of God, not of work, let anyone should boast. Verse 8 and 9. അതിന്റെ 8-9 വാക്യം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. Hallelujah. ഹല്ലേലൂയ. If this is the truth, ഇതാണ് സത്യമെങ്കിൽ, because we understand that we were saved by the blood of Jesus Christ. കാരണം നാം മനസ്സിലാക്കുന്നു യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അത്രേ നാം രക്ഷിക്കപ്പെടുന്നത്. Salvation is a gift. രക്ഷ എന്നതൊരു ദാനമാണ്. Salvation is a journey. രക്ഷ എന്ന് പറയുന്ന ഒരു യാത്ര കൂടിയാണ്. Hallelujah. ഹല്ലേലൂയ. But in this it is saying work out your salvation. ഇവിടെ പറയാ നീ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. Hallelujah. ഹല്ലേലൂയ. It does not say, it is not meaning to say that work out yourself so that somehow you will reach heaven. No. അവിടെ പറയുന്ന നീ എന്തെങ്കിലും ഒരു അധ്വാനം ചെയ്യ എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷ സ്വർഗ്ഗത്തിൽ ചെല്ലുമെന്നല്ല. God is a good God. ദൈവം ഒരു നല്ല ദൈവമാണ്. God is a good father. ദൈവം ഒരു നല്ല പിതാവ്. And he loves us so much. അവൻ നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു. That is why the beginning says, therefore beloved. അതുകൊണ്ടാണ് അതിന്റെ ആരംഭത്തിൽ പറയുന്നത്, ആകയാൽ പ്രിയരേ. Can you say I am the loved one of Jesus Christ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ യേശുവിന്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. I am the loved one of God. ഞാൻ ദൈവത്തിന്റെ ഏറ്റവും പ്രിയ വ്യക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. One side I say I love you, then I say do this, then I will give you. No. ഞാൻ ദൈവത്തോട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേച്ച് അത് കഴിയുമ്പോൾ നീ ഇതൊക്കെ ചെയ്താൽ നിനക്ക് തരുമെന്നല്ല. Hallelujah. Hallelujah. But my beloved. എന്നാൽ എന്റെ പ്രിയരേ. But my beloved. എന്റെ പ്രിയരേ. Touch someone and say you are the beloved of Jesus. അടുത്തിരിക്കുന്ന ആളെ തൊട്ടോണ്ട് പറ നീ യേശുവിന്റെ പ്രിയനാ. You are the beloved of Jesus. നീ യേശുവിന്റെ പ്രിയപ്പെട്ടവനാ. Hallelujah. Hallelujah. It is the goodness of God that you and I exist on this earth. ഈ ഭൂമിയിൽ നിങ്ങൾ ഞാൻ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ നന്മ കൊണ്ടത്രേ. And that goodness is the mercy that is upon us. ആ നന്മ എന്നത് നമ്മുടെ മേൽ പകരപ്പെട്ട കരുണയത്രേ. We cannot boast and say you are a sinner, I am better than you. നീ ഒരു പാപിയാണെന്ന് നിന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിന്ന് നിന്നെക്കാൾ മികച്ചവൻ ഞാനെന്ന് പറയുവാനും കഴിയില്ല. We have no right to judge anybody. മറ്റാരെയും വിധിക്കുവാനുള്ള അവകാശവും നമുക്കില്ല. Because if you are a judge, you should be perfect, which we are not. കാരണം നിങ്ങൾ വിധിക്കുന്നുവെങ്കിൽ നിങ്ങൾ തികഞ്ഞവനായിരിക്കണം. നമ്മൾ അങ്ങനെയല്ലല്ലോ. The Bible says വേദപുസ്തകം പറയുന്നു, in Psalms 23, goodness and mercy will follow you. സങ്കീർത്തനം 23 പറയുകയാണ്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും. Goodness follows you because of the mercy of God. നന്മ നിന്നെ പിന്തുടരും ദൈവത്തിന്റെ കരുണ കൊണ്ട്. Whatever you are, it is because of the mercy. The goodness is flowing to you. നിങ്ങൾ എന്തൊക്കെ ആയിരിക്കുന്നുവോ അത് അവന്റെ ദൈവ കൃപയാൽ നിന്റെ മേൽ നന്മ പകരപ്പെട്ടതുകൊണ്ട്.
The goodness of God is upon your life, not because what good you did. The goodness is upon you because what good Jesus did before the Father. ദൈവത്തിന്റെ നന്മ നിന്റെ മേൽ വന്നത് നീ ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് യേശു ചെയ്ത നന്മ കൊണ്ടത്രേ. The central focus of everything is Jesus Christ. സകലത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം അത് യേശു ക്രിസ്തു തന്നെ. Because he is good. അവൻ നല്ലതായതുകൊണ്ട്, Because he is righteous. അവൻ നീതിമാനായതുകൊണ്ട്, Because he is of every area is filled. എല്ലാത്തിനും നിറയ്ക്കുന്നവന്റെ നിറവ് അവനാകെകൊണ്ട്, Because he is all in all. അവൻ സർവസ്വവുമായതുകൊണ്ട് We are in the goodness of God's eyes. നാം ദൈവത്തിന്റെ കണ്ണിൽ നന്മയായി We are മാറിയിരിക്കുന്നു. in the perfect plan of God. നാം ദൈവത്തിന്റെ തികഞ്ഞ പദ്ധതിയിലെ ഭാഗമത്രേ. Cannot be losers in Jesus' ഈ name. ലോകത്ത് നമുക്കൊരു പരാജിതരാകുവാൻ കഴിയില്ല. Always, every place, we are triumphant in Jesus' name. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. It is the goodness of God. അത് ദൈവത്തിന്റെ നന്മയത്രേ. It is the goodness of God. അത് ദൈവത്തിന്റെ നന്മയത്രേ. Hallelujah. ഹല്ലേലൂയ. We cannot judge anybody. നമുക്ക് ആരെയും വിധിപ്പാൻ കഴിയില്ല. We cannot say because I was very good, because I fasted and prayed for 40 days, everything is going good. ഞാൻ നല്ലതായതുകൊണ്ട് ഞാൻ 40 ദിവസം പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇതെല്ലാം നന്മ എനിക്ക് കിട്ടിയെന്ന് പറയുവാൻ No, my പറ്റില്ല. dear friend. പ്രിയ സ്നേഹിത, It is a സാധ്യമല്ല. gift of God. അത് ദൈവത്തിന്റെ ഒരു It is the ദാനമാണ്. mercy of അത് God. ദൈവത്തിന്റെ കരുണയാണ്. That is why അതുകൊണ്ടത്രേ in the book of Romans the Bible says, റോമാലേഖനത്തിൽ വേദപുസ്തകം പറയുന്നു, in Romans chapter 2, റോമാലേഖനം 2-ാം അധ്യായം the Bible says like this. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Oh, he's saying, therefore you are inexcusable, O man, whoever you are, who are you to judge? For whatever you judge another, you condemn yourself, for you who judge practice the same thing. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം Who വിധിക്കുന്നു. are you to judge someone? നിനക്ക് ആരെയെങ്കിലും കുറ്റം വിധിപ്പാൻ നീ ആര്? When you judge someone, നീ മറ്റാരെയെങ്കിലും വിധിക്കുമ്പോൾ you are condemning yourself. നീ നിന്നെ തന്നെ വിധിക്കുന്നില്ലയോ? For you who judge practice the same thing. കാരണം നീ പറയുന്ന അതേ കാര്യം തന്നെ നീയും ചെയ്യുന്നല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ല. Hallelujah. ഹല്ലേലൂയ. One day the preacher was going to preach on the lies. ഒരു നാളിൽ ഒരു പ്രസംഗകൻ നുണകളെ കുറിച്ച് പ്രസംഗിക്കാൻ, He said, next Sunday I'm going to preach on lying. അടുത്ത ഞായറാഴ്ച ഞാൻ നുണ പറയുന്നതിനെ കുറിച്ച് പ്രസംഗിക്കാൻ പോവുകയാണ്. So all of you should read Mark 17 and come. അതുകൊണ്ട് എല്ലാവരും മർക്കോസ് 17-ാം അധ്യായം വായിച്ചിട്ട് വരണം. Because I'm going to preach out of Mark 17. കാരണം ഞാൻ മർക്കോസ് 17-നെ ആസ്പദമാക്കി പ്രസംഗിക്കാൻ പോകും. How many of you have read Mark 17? Can you നിങ്ങൾ raise എത്ര your പേർക്ക് hand? 17-ാം അധ്യായം മർക്കോസ് വായിച്ചിട്ടുണ്ട്? You don't have read. നിങ്ങൾ വായിച്ചിട്ടില്ല. So the next Sunday the preacher came. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച പ്രസംഗകൻ വന്നു. And he said, all those who read Mark 17, raise your hand. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മർക്കോസ് 17-ാം അധ്യായം വായിച്ചിട്ടുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു. Every hand raised up. എല്ലാ കരങ്ങളും ഉയർന്നു വന്നു. He said, this is what I'm going to preach today. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പ്രസംഗിക്കാൻ Because Mark does not have chapter 17. മർക്കോസിന്റെ 17-ാം അധ്യായം എന്നൊരു അധ്യായമില്ല. Hallelujah. ഹല്ലേലൂയ. When we condemn, നാം കുറ്റം I വിധിക്കുന്നു. have not lied. ഞാൻ നുണ പറയുന്നില്ല എന്ന് പറയുമ്പോൾ But you have done something else. നിങ്ങൾ മറ്റൊന്ന് ചെയ്തിട്ടുണ്ട്. No one hearing me, including me, we are not perfect. It is not because of our perfectness that God has blessed us. It is because of the goodness of God that He is blessing us. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും തികഞ്ഞവരല്ല. നമ്മളുടെ പൂർണ്ണത അത് ദൈവം നമുക്ക് തരുന്നതാ. അത് നമ്മുടെ ഗുണം കൊണ്ടല്ല. But we know that the judgment of God is according to the truth against those who practice such things. But do you think, O man, you who judge those practicing such things, doing the same, that you will escape the judgment? എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നിனைക്കുന്നുവോ? Verse 4, or everyone read this. 4. 4-ാം വാക്യം എല്ലാവരും ചേർന്ന് വായിക്കാം. Or do you despise the riches of His goodness, the forbearance, the kind long suffering, not knowing that the goodness of God leads you to repentance? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ
നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? Hallelujah. ഹല്ലേലൂയ. Or do you despise the riches of his goodness? അവന്റെ നന്മയുടെ സമ്പത്ത്, സമൃദ്ധി നീ നിരസിക്കുന്നുവോ? The riches of his goodness. അവന്റെ നന്മയുടെ സമൃദ്ധി. Turn to someone and say, we have no right to judge anybody. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുകൊണ്ട് പറയണം, മറ്റാരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. Hallelujah. ഹല്ലേലൂയ. We have no right to speak against anybody, മറ്റാരെ കുറിച്ച് എന്തെങ്കിലും പറയുവാനുള്ള അവകാശം നമുക്കില്ല. because we ourselves are standing by grace. കാരണം നാം തന്നെ കൃപയാലാ നിൽക്കുന്നത്. Because of his long suffering, അവന്റെ ദീർഘക്ഷമ കൊണ്ട്, because of the riches of his goodness, അവന്റെ നന്മയുടെ സമൃദ്ധി മൂലം, because of his kindness. അവന്റെ കരുണ മൂലം. Hallelujah. ഹല്ലേലൂയ. If this is true, ഇത് സത്യമെങ്കിൽ what does the word mean? Work out your salvation. നിന്റെ രക്ഷ പ്രവർത്തിച്ചെടുക്കുക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? Through the salvation, രക്ഷയിലൂടെ we have received the glory of God that is in Christ inside of us. നാം ദൈവത്തിന്റെ തേജസ് അത് ക്രിസ്തുവിലായിരുന്നു, അതിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. When our focus and our life revolves around the goodness of Christ, നമ്മളുടെ ശ്രദ്ധ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം തന്നെ ആ ക്രിസ്തുവിന്റെ നന്മയ്ക്ക് ചുറ്റും വലയം ചെയ്യുന്നുവെങ്കിൽ, some people say like this, ചിലർ ഇങ്ങനെ പറയാറുണ്ട്, I don't know what is the plan of God in my life. എന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് എനിക്കറിയില്ല. Many people ask again and again, what is God's plan in my life? പലരും ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താ? God has a bigger plan and a personal plan also. ദൈവത്തിന് ഒരു വിശാലമായ പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ വ്യക്തിപരമായും പദ്ധതിയുണ്ട്. The larger plan is to save you and add you to a church. വലിയ വിശാലമായ പദ്ധതി എന്നത് നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ ഒരു സഭയിലാക്കി വെക്കുക എന്നുള്ളതാണ്. Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. hallelujah, the last word, 47, praising God and having favor with all the people, and the Lord added to the church daily those who were being saved. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. This is the larger plan of God. ഇത് ദൈവത്തിന്റെ വിശാലമായ ഒരു പദ്ധതിയാണ്. We who were strangers were saved and were added to a church. അന്യന്മാരായിരുന്ന നമ്മളെ രക്ഷിച്ച് ഒരു സഭയിൽ അംഗമാക്കുന്നു. I want to tell every member of this family, Heavenly Feast, സ്വർഗീയവരിൽ നിന്ന് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും ഞാൻ പറയട്ടെ, you were not added to Heavenly Feast by mistake. നിങ്ങൾ അബദ്ധത്തിൽ ഈ സ്വർഗീയവരുന്ന സഭയിൽ അംഗമായതല്ല. It was Jesus who added you into this church. ഈ സഭയിലേക്ക് യേശുവാണ് നിങ്ങളെ ചേർത്തിരിക്കുന്നത്. This is his larger vision, ഇത് അവന്റെ വലിയ വിശാലമായ a ദർശനമാണ്. broader vision. ഇത് വിശാലമായ ഒരു ദർശനമാണ്. Again I want to tell you, വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, you are not accidentally saved in Heavenly നിങ്ങൾ Feast. സ്വർഗീയവരുന്നിലേക്ക് അബദ്ധം കൊണ്ട് അപകടകരമായി വന്നതല്ല. Jesus added you to this church. യേശു നിങ്ങളെ ഈ സഭയിൽ ചേർത്തതത്രേ. And I believe Jesus does not make mistake. ഞാൻ വിശ്വസിക്കുന്നത് യേശുവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. Hallelujah. ഹല്ലേലൂയ. That is why അതുകൊണ്ടത്രേ your personal plan is revealed when you submit to the church and the leadership. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ പദ്ധതി വെളിപ്പെടുന്നത് എപ്പോഴാണ്? നിങ്ങൾ സഭയ്ക്കും സഭയിലെ ദൈവദാസന്മാർക്കും കീഴ്പ്പെടുമ്പോൾ. When I am in the church, I am under submission. ഞാൻ സഭയിലായിരിക്കുമ്പോൾ ഞാൻ കീഴ്പ്പെടാൻ ബാധ്യത ഉള്ള വ്യക്തിയാണ്. And when I do that, my flesh is crucified. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ജഡം ക്രൂശിക്കപ്പെടും. And when my flesh is crucified, the glory of God comes out and I begin to walk in my personal plan. ജഡം ക്രൂശിക്കപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു വരും. അപ്പോൾ ഞാൻ ശരിയായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ പദ്ധതി ആസ്വദിക്കുകയും ചെയ്യും. Philip, what is your personal plan? ഫിലിപ്പോസേ, നിന്റെ വ്യക്തിപരമായ
പദ്ധതി എന്താ? I don't know. എനിക്കറിയില്ല. I am added to the church. ഞാൻ സഭയിൽ ചേർക്കപ്പെട്ടു. I will do whatever Peter says. പത്രോസ് എന്ത് പറയുന്നു അതെല്ലാം ഞാൻ ചെയ്യും. But Philip, you are full of the Holy Spirit. എന്നാൽ ഫിലിപ്പോസേ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു തുളുമ്പുകയല്ലേ? You have all the gifts of the Holy Spirit. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എല്ലാം ഇല്ലേ? Oh, that is the gift of God. അത് ദൈവം ദാനമായി തന്നതല്ലേ? The larger vision, I am a part of this church. വിശാലമായ ദർശനത്തിൽ ഞാൻ സഭയിലെ I അംഗമാണ്. will do what Peter says. പത്രോസ് എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും. But that when he was submitted to the church, താൻ ആ സഭയ്ക്ക് കീഴ്പ്പെട്ടപ്പോൾ which was the plan of God, അത് ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. you will find him shaking Samaria the next moment. പിന്നെ അടുത്ത നിമിഷം താൻ ദേശങ്ങളെ പിടിച്ചു കുലുക്കുന്നവനായി കാണുന്നു. Philip the evangelist. ഓ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ. Hallelujah. ഹല്ലേലൂയ. Your personal plan is revealed out of the larger plan. ആ വലിയ വിശാലമായ പദ്ധതിയിൽ കൂടെ നിന്റെ വ്യക്തിപരമായ പദ്ധതി വെളിപ്പെട്ടു വരുന്നു. Turn to someone and say, you are not in heavenly feast by accident. അടുത്തിരിക്കുന്ന ആളോട് പറ, അബദ്ധത്തിൽ നിങ്ങൾ സ്വർഗ്ഗീയ വിരുന്നിൽ വന്നതല്ല. Jesus added you. യേശുവാണ് നിങ്ങളെ ചേർത്തത്. He is leading you. അവൻ നിങ്ങളെ And നയിക്കുകയാണ്. he will reveal greater things into your life. നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ യേശു വെളിപ്പെടുത്തി തരും. I want to prophesy to heavenly feast ഇന്ന് today. സ്വർഗ്ഗീയ വിരുന്നിനോട് ഞാൻ പ്രവചിച്ചു പറയാം. I want to prophesy to everyone who is watching me today. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ We പ്രവചിച്ചു are പറയട്ടെ. entering into a new phase where we are going to enjoy greater goodness, greater mercy, greater glory of God. നാം ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാ. അവിടെ നമ്മൾ വലിയ നന്മകൾ, അധികം കൃപകൾ, അധികം ദയവ് അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന തലം. I believe we are entering into a phase where every believer is going to be used so mightily that even the shadows will have miracle. ഞാൻ വിശ്വസിക്കുന്നു നാം ഇതൊരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ ഓരോ വിശ്വാസിയും വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടും. നിങ്ങളുടെ നിഴൽ തട്ടുമ്പോൾ പോലും രോഗികൾ സൗഖ്യമാകുന്ന തലത്തിൽ. The Bible says, വേദപുസ്തകം പറയുന്നു, work out your salvation. നിന്റെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. Again I want to repeat. വീണ്ടും ഞാൻ ആവർത്തിക്കാം. Bible does not say വേദപുസ്തകം ഇപ്രകാരം പറയുന്നില്ല, work for your നിന്റെ salvation. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നല്ല. Turn to someone and say, the Bible does not say അടുത്തിരിക്കുന്ന ആളോട് പറ, വേദപുസ്തകം പറയുന്നില്ല work for your നിന്റെ salvation, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന്. but it says എന്നാൽ ഇങ്ങനെ പറയുന്നു, work out your നിന്റെ salvation. രക്ഷ പ്രവർത്തിച്ചെടുക്കുക. Hallelujah. ഹല്ലേലൂയ. Rohit goes to the gymnasium, രോഹിത് ജിംനേഷ്യത്തിൽ പോകുന്നു. and the word he uses is, താൻ അവിടെ ഉപയോഗിക്കുന്ന വാക്കിതാണ്, I do the work out. ഞാൻ പ്രവർത്തിച്ചെടുക്കുകയാ. Hallelujah. Hallelujah. He's going to the gym to do work out. താൻ ജിംനേഷ്യത്തിൽ പോയി പ്രവൃത്തി എടുക്കുകയാ ചെയ്യുന്നത്. What happens when he works out? താൻ പ്രവൃത്തി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? What does happen when he's working it out? അവൻ ആ ജിംനേഷ്യത്തിൽ ചെന്ന പ്രവൃത്തി എടുക്കുമ്പോൾ എന്താ You സംഭവിക്കുന്നത്? remember the old Rohit? നിങ്ങളെ പഴയ രോഹിത്തിനെ ഓർക്കുന്നുണ്ടോ? Big stomach like this. വലിയ വയറും കൂനി ഒക്കെ നിൽക്കുകയായിരുന്നു. But look at him today. എന്നാൽ ഇന്നൊന്ന് നോക്കിയാട്ടെ, When he went to the work out, താൻ ആ പ്രവൃത്തി എടുത്തതിൽ കൂടെ കടന്നുപോയപ്പോൾ, when he started to exercise, താൻ ആ പരിശീലനം the ചെയ്തുകൊണ്ടിരുന്നപ്പോൾ muscles in his body which was already there തന്റെ ശരീരത്തിൽ നേരത്തെ തന്നെ മസിലുകൾ ഉണ്ടായിരുന്നു. began to come out. എന്നാൽ അത് വെളിപ്പെട്ടു വരാൻ തുടങ്ങി. And today we say, ഇപ്പോൾ നമ്മൾ പറയും, wow, ഓ ഈ മസിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്നോ? Hallelujah. Hallelujah. Was it there? ഇത് നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? But you didn't look like this there. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ കണ്ടിരുന്നത്. He will say, അപ്പോൾ താൻ പറയും, I went to the gym, ഞാൻ ജിംനേഷ്യത്തിൽ പോയി, worked out, ഞാൻ അവിടെ പരിശീലനം and ഏറ്റെടുത്തു, because I worked out, ഞാൻ അവിടെ ജോലി the ചെയ്തെടുത്തപ്പോൾ muscles have come out. എന്റെ മസിലുകളൊക്കെ വെളിപ്പെട്ടു വന്നു. Work out. പ്രവർത്തിച്ചെടുക്കുക. Work out your salvation. എടുത്ത് രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. Working out your salvation നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. is not working for your അത് salvation. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലല്ല. Working out is പ്രവൃത്തി എടുക്കുക എന്ന് the പറഞ്ഞാൽ glory that is already inside of ആ you. തേജസ് നിങ്ങളുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടല്ലോ. When you walk in the word of God, നിങ്ങൾ വചനത്തെ അനുസരിച്ച് നടക്കുമ്പോൾ, even when you are not good, നിങ്ങൾ നല്ലതല്ലാതിരിക്കുമ്പോഴും something awesome happens. അത്ഭുതകരമായ ചിലത് അവിടെ സംഭവിക്കും. You will say, behold, I cannot believe this. ഓ മറ്റുള്ളവർ കണ്ടിട്ട് പറയും, ഓ കാൺമീൻ, എനിക്കത് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. Not because I am good, ഞാൻ നല്ലവനായതുകൊണ്ടല്ല, but because he cannot change his word. അവന്റെ വാക്കിനെ അവന് മാറ്റാൻ He കഴിയാത്തത് കൊണ്ട്. pours his goodness. ദൈവത്തിന്റെ നന്മ എന്റെ മേൽ തന്നു. He pours his goodness. അവന്റെ നന്മ എന്റെ മേൽ തന്നു. When I see this, ഞാനത് കാണുമ്പോ I am under fear and trembling. ഞാൻ ഭയത്തോട് വിറയ്ക്കും. Why? ഓ എന്തുകൊണ്ട്? Even though I am not good, ഞാൻ നല്ലവനല്ലഞ്ഞിട്ടും because I am saved, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് he is pouring his goodness upon
upon me. അവന്റെ നന്മ എന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. Hallelujah. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് ലെറ്റ് us work it out. ഒരു നിശ്ചയമെടുക്കാം. that I will be a display of blessing to be of the surety of eternal life for many. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് സഹായിക്കുന്ന അങ്ങയുടെ കൂട്ടായ്മയിൽ അങ്ങ് ഹെൽപ്പറാണല്ലോ ഞങ്ങളുടേത്. അങ്ങ് തന്നിരിക്കുന്ന, അങ്ങ് ദാനമായി തന്നിരിക്കുന്നത് തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണല്ലോ. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. കാണുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ആ വിട്ടുകൊടുക്കാത്ത മനോഭാവം എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. ആകയാൽ ഞാൻ പരാജയപ്പെടുത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. മാത്രമല്ല, നിത്യതയുടെ ഉറപ്പും ഈ ഭൂമിയിൽ എനിക്കുണ്ട്. ആ മനോഭാവം വരട്ടെ. അപ്പോൾ തന്നെ ശാരീരികമായി അസ്വസ്ഥതയുള്ളവർ പരിപൂർണമായി സൗഖ്യമാകട്ടെ. പുതിയ വഴികൾക്കായും സാമ്പത്തിക വരുമാന മാർഗങ്ങൾക്കായി തുറക്കപ്പെടുന്നു കാത്തിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുതിയത് അത് തുറക്കപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നതായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ദിവസം വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. मुझ जैसे पापी के लिए प्रेम का सागर है तू, शांति का राजकुमार है तू. से देखो आते हैं बहते हुए खून की धार. क्रूस से देखो आती है बहते हुए खून की धार. ओ मसीह, तूने हमको सिखाए प्रेम की परिभाषा को. ओ मसीह, तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, शांति का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे